അലൈനർ ട്രീറ്റ്മെന്റ് വീട്ടിൽ വന്ന് സ്കാൻ ചെയ്ത് എടുത്തുകൊണ്ട് പോയിട്ട് ഓൺലൈനായിട്ട് അലൈനർ തരിക എന്നുള്ള പരിപാടി, ഓൺലൈൻ അലൈനർ ട്രീറ്റ്മെന്റ്. ഈ ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അവരുടെ ഡിസൈഡ് റിസൾട്ട് കിട്ടാതെ തിരിച്ചു വരുന്ന ഇഷ്ടംപോലെ പേഷ്യൻസ് ഉണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ റിസൾട്ട്സ് കിട്ടാത്തത്? ഡോക്ടർമാരൊന്നും അല്ല വന്ന് വീട്ടിൽ വന്ന് അലൈനറിന്റെ സ്കാൻ ചെയ്തിട്ട് പോകുന്നത്. രോഗിനെ ആ ഡോക്ടർ കാണുന്നില്ല. അപ്പൊ ഒരു ടെക്നീഷ്യൻ ആരെങ്കിലും വന്ന് അത് പേഷ്യന്റിന്റെ അളവെടുത്തിട്ട് പോകുന്നു. അളവെടുത്ത് പോയതിനു ശേഷം അവർ ട്രീറ്റ്മെന്റ് പ്ലാൻ ചെയ്തിട്ട് ഒരു അലൈനർ അങ്ങ് തരുന്നു. അപ്പൊ അങ്ങനെ ഒരു അലൈനർ തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് വേണ്ട റിസൾട്ട് കിട്ടില്ല. അലൈനറിൽ ഈ പറഞ്ഞതുപോലെ ഒരു ക്ലിയർ ട്രേ ആണ്. ആ ക്ലിയർ ട്രേയിൽ ഓരോ പല്ലിലും ഓരോ സ്പോട്ട് ഉണ്ട്. ആ സ്പോട്ടിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോഴാണ് പല്ല് മൂവ് ചെയ്യുന്നത്. എവിടെ സ്പോട്ടിൽ അപ്ലൈ ചെയ്താൽ പല്ല് മൂവ് ചെയ്യും എന്നുള്ളതൊരു ഡെന്റിസ്റ്റിലെ ഡോക്ടർ കണ്ടു കഴിയുമ്പോഴാണ് അവർ അസസ് ചെയ്ത് അത് മാർക്ക് ചെയ്ത് അങ്ങനെയാണ് ട്രീറ്റ്മെന്റ് പ്ലാൻ ഉണ്ടാക്കുന്നത്. അതേസമയം നമ്മൾ ഡോക്ടർ കാണാതെ, പേഷ്യന്റിനെ കാണാതെ ട്രീറ്റ്മെന്റ് അങ്ങ് പ്ലാൻ ചെയ്യുമ്പോൾ അറ്റാച്ച്മെന്റ്സ് ഒന്നും കറക്റ്റ് ആയിരിക്കത്തില്ല. അതായത് ഒരു ഡോക്ടർ അറ്റാച്ച്മെന്റ്സ് ആഡ് ചെയ്ത് കറക്റ്റായിട്ട് ചെയ്യുന്നതും ഒരു ടെക്നീഷ്യൻ ചെയ്യുന്നതും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഒരിക്കലും നമ്മൾ ഈ പറഞ്ഞതുപോലെ നമ്മൾ വീട്ടിൽ വന്നിട്ട് അലൈനർ ട്രീറ്റ്മെന്റ് ചെയ്യാം എന്ന് പറയുന്ന ഒരു ചികിത്സാ രീതിയിലേക്ക് നമ്മൾ ചെയ്യരുത്. നമ്മളൊരു ഡോക്ടറെ കണ്ട് പ്രോപ്പർ ആയിട്ട് അതിന് ഒരു ഡയഗ്നോസ് എടുത്ത് ട്രീറ്റ്മെന്റ് പ്ലാൻ ചെയ്ത് നിങ്ങളുടെ ഓരോ പല്ലുകളിലും ഒട്ടിക്കേണ്ട കാര്യങ്ങൾ ഒട്ടിച്ച് നമ്മൾ വെച്ച് നോക്കി, അതായത് രോഗിക്ക് സുഖമായിട്ട് വെക്കാൻ പറ്റുന്നുണ്ടോ, അത് ഊരാൻ പറ്റുന്നുണ്ടോ, നിങ്ങൾക്ക് എവിടെയെങ്കിലും വേദനയുണ്ടോ, ഇതെല്ലാം ഒരു ക്ലിനിക്കിൽ ചെന്ന് കഴിയുമ്പോൾ ഇതെല്ലാം ചെയ്യും. അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ അലൈനർ കൊടുത്തു വിടുകയുള്ളൂ. അതല്ലാതെ നമ്മൾ ചുമ്മാ വെച്ചിട്ട് പോവുകയില്ല. കറക്റ്റായിട്ട് രോഗിക്ക് പ്രശ്നമില്ലാത്ത രീതിയിൽ അലൈനർ ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റും.